മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട യുവഗായിക ശ്വേത. മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം തന്നെ തൻ്റെ സാന്നിധ്യം അറിയിച്ച ഗായികയാണ് ശ്വേത. ഈ ഓണക്കാലത്ത് ശ്വേതയുടെ സംഗീത വിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒപ്പം കുടുംബവിശേഷങ്ങളും പങ്കുവയ്ക്കാനായി എത്തുന്നു. ശ്വേതയോടൊപ്പം അശ്വിനുമുണ്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി. ഹാപ്പി ഓണം. താങ്ക് യു. ഈ ഓണക്കാലം എവിടെയാണ് ശ്വേത? നിങ്ങൾ ഒരുമിച്ച് തന്നെ ആയിരിക്കോ? നമ്മൾ ഫെസ്റ്റിവൽ ദിവസങ്ങൾ ഒരുമിച്ച് തന്നെ ഇരിക്കാൻ നോക്കും മോസ്റ്റ്ലി, മാക്സിമം. കഴിഞ്ഞ വർഷം എല്ലാവരും ഉണ്ടായിരുന്നു. ശ്വേതയുടെ പേരൻസ്, എൻ്റെ പേരൻസ് എല്ലാവരും ഒരുമിച്ച് വി ഹാഡ് ഒരു എന്താ പറയുക ഓണം സെലിബ്രേഷൻ ചെന്നൈ തന്നെ. ഇപ്പൊ ജീവിതം എങ്ങനെ പോകുന്നു? 10 വർഷം മുമ്പേ ഒരുമാതിരി ജീവിതത്തിൽ കയറിയല്ലോ. 10 വർഷം മുമ്പേ അതിൻ്റെ ഫോം ഓഫ് എ ഫ്രണ്ട്. അപ്പോൾ ആക്ച്വലി തീരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല, ഡ്രമാറ്റിക് ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താ പറയുക, ശ്വേതയുടെ പിന്നെ ഓഫ് കോഴ്സ് ശ്വേതയുടെ പ്രൊഫഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാണ് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. യുനോ ദി എമൗണ്ട് ഓഫ് റെസ്റ്റ്, വീട്ടിൽ വേണ്ട റെസ്റ്റോ വോയിസ് റെസ്റ്റോ. ഇപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ബിസിനസ്സിൽ ഓൾമോസ്റ്റ് എവറി ഡേ ഫോണിലാണ്. എൻ്റെ ഓരോരോ ഓഫീസുകൾ വിളിക്കുക, സംസാരിക്കുക. ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ തൊണ്ട ഒരുമാതിരി വേദന എടുക്കും. അപ്പോൾ ഐ ക്യാൻ ഇമാജിൻ ഒരു സെഷൻ ഫുൾ പാടി കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് റെസ്റ്റ് ചെയ്ത് റിക്കവർ ചെയ്യണം. എന്ത് മസിലായാലും ഒന്ന് റിക്കവറി കൊടുക്കുന്നുണ്ടോ. സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ വീട്ടിൽ ഷീ ട്രൈസ് ആസ് മച്ച് ആസ് പോസിബിൾ റെസ്റ്റ് എടുക്കാറുണ്ട്. പിന്നെ ഫുഡ് ഹാബിറ്റ്സ്, ലോട്ട് ഓഫ് കെയർ. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു പ്രൊഫഷന്റെ ഭാഗമാണ്. യെസ്, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആഫ്റ്റർ വെഡിങ് ആയിരുന്നു. അത് പറയുമ്പോൾ ഞാൻ ഇത് ഡെഫിനറ്റ്ലി പറഞ്ഞേ പറ്റൂ. ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാരണം അശ്വിനും അശ്വിൻ്റെ ഫാമിലിയാണ്. ഇൻലോസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കൂളായിട്ട് വോയിസ് റെസ്റ്റ് എടുത്തിട്ട് എൻ്റെ ജോലി മാത്രമേ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൂ. വീട്ടിലെ കാര്യങ്ങൾ, കുക്കിംഗ് എല്ലാം അമ്മയാണ് ചെയ്യുന്നത്, എൻ്റെ അമ്മ. സോ ദർ എ ബിഗ് സപ്പോർട്ട്. പിന്നെ അശ്വിൻ്റെ സപ്പോർട്ടും പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. അത്രയും സപ്പോർട്ടിന് മാത്രമല്ല മോട്ടിവേഷനാണ്. ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചൊരു ലേറ്റ് ബാക്ക് ക്യാരക്ടറാണ്. അപ്പോൾ അത്രയും അടുപ്പിച്ച് വർക്ക് എടുക്കുന്നത് എനിക്ക് അത്രയും ഭയങ്കര ഈസിലി ക്രൗഡഡ് ആവും ഞാൻ. അപ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ അശ്വിൻ അങ്ങനെയല്ല. വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ഓൺ വർക്ക് ആയിരിക്കണം. സോ അത് ഞാൻ അശ്വിൻ്റെ അടുത്തുനിന്ന് പഠിച്ചു വരുന്നു. 3 വർഷമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അതാണോ ശ്വേതയിൽ ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം? അതെ, ഒരു പെട്ടെന്നൊന്ന് ക്രൗഡാവും. അത് കുറച്ചുകൂടെ ഇഷ്ടപ്പെടാതിരിക്കാന്ന് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ നേച്ചർ. വഴക്കൂടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അത് ഇഷ്ടപ്പെടാതെ അത് ഓരോരുത്തരുടെ നേച്ചറാണല്ലോ. പക്ഷേ ശ്വേതത്തിൽ ഞാൻ എപ്പോഴും പറയണത്, നമ്മൾ രണ്ടുപേരും ഇതിന് രണ്ടുപേരുടെയും സമയം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഹെർ ടൈം, അവർ ടൈം, ഇറ്റ് ഇസ് റിക്വയർഡ്. അപ്പോൾ നമ്മളത് കൊടുക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ കുറച്ചൊന്ന് ഖുഷിയായിരുന്നാലേ പറ്റുള്ളൂ. സോ കോൺസേർട്ട്സ്, റെക്കോർഡിങ് രണ്ടും വേണം. രണ്ടും ഓവറാവാനും പാടില്ല, പക്ഷെ രണ്ടും പ്രോപ്പർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ആക്ച്വലി ഇപ്പോൾ കോൺസേർട്ട് ഡൊമൈൻ ഷീ ഈസ് ഡൂയിങ് ക്വൈറ്റ് വെൽ ഫോർ കോൺസേർട്ട്സ്. സോ അതും വേണം, റെക്കോർഡിങ്സും വേണം, കോൺസേർട്ട്സും വേണം. അപ്പോൾ ഒന്ന് കുറച്ചൊരു പുഷ് വേണം. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവം തുടങ്ങിയത് ചോദിക്കട്ടെ, സുജാ ചേച്ചി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിരുന്നില്ലേ? ഞാൻ അമ്മേനെ കണ്ടാണ് കുറച്ച് പഠിച്ചേക്കണേ. കാരണം അമ്മയും കുറച്ച് ഈസിലി ക്രൗഡഡ് ആണ്. അമ്മയും സെൻസിറ്റീവ് ആണ്. വോയിസ്, നമ്മുടെ രണ്ടുപേരുടെയും വോയിസസ് കുറച്ച് ഡെലിക്കറ്റ് ആണ്. അപ്പോൾ കുറച്ച് സ്ട്രെയിൻ ആയ അത് മൈക്കിൻ്റെ മുമ്പിൽ വേഗം അറിയാൻ പറ്റും നമ്മുടെ രണ്ടുപേരുടെയും. അപ്പോൾ അതൊക്കെ അമ്മയും അങ്ങനെ അമ്മേൻ്റെ അടുത്ത് അശ്വിൻ എപ്പോഴും പറയും,
ഓ ഒരു നേച്ചർ. അതെ പിന്നെ ഇപ്പോൾ ശ്വേതയ്ക്ക് ഇപ്പം മെയിൻ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ ഞാനിപ്പോൾ തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ 2 years ആവും. ആദ്യത്തെ ഒരു 1.5 വർഷം എന്താ പറയുക, ഐ വാസ് ജസ്റ്റ് വാച്ചിങ് വാട്ട് ഷി വാസ് ഡൂയിങ്. എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ചെയ്യട്ടെ. പക്ഷേ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഐ കുഡ് സീ ഭയങ്കര ക്രൗഡ്. ഇത് റെക്കോർഡിങ്ങും കോൺസേർട്ടും ട്രാവലും ഫോൺ കോൾസും എല്ലാം കൂടെ കുറച്ച് ഇറ്റ് വാസ് ക്രൗഡിങ്. അപ്പോൾ ഒരു 6 months ബാക്കാണ് നമ്മൾ അതിനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ശ്വേതയുടെ പാട്ട് മാത്രം ഫോക്കസ് ചെയ്യാൻ, അതൊരു പ്രോഡക്റ്റായിട്ട് മാത്രം നോക്കുക. ബാക്കി അഡ്മിനിസ്ട്രേഷനോ അല്ല അഡ്മിനിസ്ട്രേഷനോ എന്താ പറയുക ഫോണിൽ കൂടെ സംസാരിക്കുന്നതോ അതൊക്കെ നമ്മൾ അതിന് എന്താ പറയുക ഒരു സെപ്പറേറ്റ് ഒരു പ്രോസസ്സ് തന്നെ ഉണ്ടാക്കിയെടുത്തു. ശ്വേത പാടിയ പാട്ടുകൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ? ആക്ച്വലി ഞാൻ അങ്ങനെ ഹാർഡ് കോറായിട്ട് ഫോളോ ചെയ്യില്ല, പക്ഷേ കുറേ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് സോങ്സ് ഒക്കെ എപ്പോഴും വീട്ടിൽ കേൾക്കണതൊക്കെ നിൽക്കും. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? അത് ഒന്നായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, കുറേ ഉണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും എനിക്ക് ജയൻ ചേട്ടന് പാടിയ പാട്ടുകളാണ് എപ്പോഴും നിൽക്കുന്നത്. പ്രിയന് മാത്രം. FG ശ്രീകുമാർ ചേട്ടന് ഒരു പാട്ട് പാടിയതാണ് മാവിൻ ചോട്ടിലെ. അത് കുറേ നാൾ ദാറ്റ് വാസ് ഇങ്ങനെ കടന്ന് കളിക്കുന്ന ഒരു പാട്ടാണ്. പിന്നെ പ്രിയന് മാത്രം ഭയങ്കര ഇഷ്ടമാണ്. പ്രിയനും മാത്രം. എനിക്ക് തോന്നുന്നു ആ സമയത്താണോ നിങ്ങളുടെ കല്യാണം? ആക്ച്വലി നമ്മുടെ കല്യാണ ഗിഫ്റ്റായിട്ട് ജയൻ ചേട്ടൻ നമുക്കൊരു പാട്ട് തന്നിരുന്നു, ഫാസിൽ അങ്കിളിന്റെ സിനിമയില്. രാഗചന്ദ്രനറിയാതെ രാത്രി മുന്തിരികൾ പൂത്തു. നല്ല പാട്ടായിരുന്നു അത്. അത് ഞങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്ന സോങ്ങാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വെക്കേഷന് എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണം ആയിട്ടില്ല, വെക്കേഷൻ ഒരിക്കൽ ചെന്നൈ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ ശ്വേത ആ റെക്കോർഡിങ് സെഷനിലായിരുന്നു. സോ ഞാൻ അവിടെ പോയി. അപ്പോൾ ജയൻ ചേട്ടൻ പിടിച്ചിരുത്തി ആ പാട്ട് മുഴുവൻ കേൾപ്പിച്ചു. പഠിച്ചാലോ ഒരു ശ്വേത വിചാരിച്ചു ജിന്ദഗി ഭർ നഹീ ഭൂലേഗി വോ ബർസാത് की रात एक अनजान हसीना से मुलाकात की रात जिंदगी भर नहीं भूलेगी. हाय वो रेशमी जुल्फों से बरसता पानी. നമ്മൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ തന്നെ ഇവര് നല്ല മ്യൂസിക് ലവിങ് ഫാമിലിയാണ്. അമ്മ പാടും. അമ്മ ആക്ച്വലി BA മ്യൂസിക് എടുക്കാൻ പ്ലാൻ ചെയ്തിരുന്ന ആളാണ്. ചെറുപ്പത്തിൽ പാട്ട് പഠിച്ചിട്ടുണ്ട്? ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. അത് ശ്വേത പറഞ്ഞ മൈ മദർ ഷീ യൂസ് ടു സിംഗ്. ഇപ്പോഴും ഷീ പാട്ട് പഠിക്കുന്നുണ്ട്. പിന്നെ അനിയത്തി ആരതി ഒരുപാട് വർഷമായിട്ട് പാട്ട് പഠിക്കുന്നു. ആരതിയായിട്ടാണ് ശ്വേതയെ പരിചയം. ബിക്കോസ് കേട്ടിട്ടുണ്ട്. കോളേജിൽ നമ്മൾ ലൈറ്റ് മ്യൂസിക് ക്ലബിലായിരുന്നു. അവിടെ അങ്ങനെയാണ് അശ്വിനെ പരിചയപ്പെടുന്നത്. പിന്നെ മൈ ഫാദർ ഭയങ്കര ഈ എന്താ പറയുക പഴയ പാട്ടിൻ്റെ MGR പാട്ടും എല്ലാ പാട്ടും ബൈ ഹാർട്ടാണ് അച്ഛൻ. ദാസങ്ങളുടെ പാട്ട് ഇസ് ദേർ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ, ഓണം രണ്ടുപേരുടെയും. അതിനു മുമ്പ് എനിക്ക് ഒരു പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് സുഖമല്ല, കോൾഡ്. ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞാൽ മതി, ഓഡിയൻസിന് മനസ്സിലാവും. മാവിൻ ചോട്ടിലെ എന്നുള്ള പാട്ടുണ്ടല്ലോ, സൂപ്പർ സോങ്. MG ശ്രീകുമാരേട്ടൻ്റെ മ്യൂസിക് പാടിയതും അതെ വളരെ മനോഹരമായിട്ട് ലിറിക്സും. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോ